കേരള അസംബ്ലി ഇലക്ഷൻ ആയിട്ടുണ്ട്. കനത്ത പോരാട്ടങ്ങൾ പല മേഖലയിലും നമുക്ക് കാണാൻ പറ്റും. ഏകാധിപത്യമായിട്ട് ജയിക്കുന്ന മണ്ഡലങ്ങൾ വളരെ കുറവാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മിക്കവാറും കണ്ണൂർ ജില്ലയിലെ ചില മണ്ഡലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ, മലബാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവിതാംകൂറിലൊക്കെ ടൈറ്റ് പോരാട്ടം തന്നെ നടക്കാൻ ചാൻസ് ഉണ്ട്. ഈവൻ ചില മണ്ഡലങ്ങളിലൊക്കെ ഏകപക്ഷീയമാണ്. ഇപ്പോഴും കണ്ണൂരിലെ ധർമ്മടം അല്ലെങ്കിൽ മട്ടന്നൂർ മേഖലകളൊക്കെ ഒറ്റ ഒരു പാർട്ടി മാത്രം ജയിക്കുന്ന ഒരു മണ്ഡലമായിട്ട്, ഒരു കുത്തക മണ്ഡലമായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ടൈറ്റ് പോരാട്ടം തന്നെ ഉടനീളം നടക്കാനുണ്ട്. നമുക്ക് കാണാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് UDF ഭരിക്കുമോ LDF ഭരിക്കുമോ, അല്ലെ BJP എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ഇലക്ഷൻ്റെ അകത്ത് 50-50 ചാൻസാണ് UDFനും LDFനും ഉള്ളത്. BJPയുടെ അവരുടെ സ്ട്രാറ്റജി പ്രകാരം അവർ LDF വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമില്ല, അല്ലെ UDF വന്നു കഴിഞ്ഞാലും അവർക്കൊരു പ്രശ്നമില്ല. എന്ത് വന്നു കഴിഞ്ഞാലും ദേ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പല്ല, അടുത്ത തെരഞ്ഞെടുപ്പാണ്. 2031 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തുക, അല്ലെ ഒരു പ്രൈം കോമ്പറ്റീറ്ററായിട്ട് അവർ മാറുക എന്നുള്ള രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ BJP അല്ലെ BJPയുടെ പ്രവർത്തകരിൽ കാണുന്നൊരു ആറ്റിറ്റ്യൂഡാണ്. അതായത് അവരുടെ മണ്ഡലത്തിൻ്റെ അകത്ത് അവർക്കിഷ്ടപ്പെടാത്ത മിക്കവാറും CPMമാർ അവർക്കാണ് അടുത്ത കണ്ടുകൂടാം. സംഘർഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മിക്ക സ്ഥലത്തും, ഈവൺ എൻ്റെ മണ്ഡലങ്ങളായുള്ള കൂത്തുപറമ്പ്, മട്ടന്നൂർ, അത്തരം റീജിയണിൽ പോലും കോൺഗ്രസ്സിന് അല്ലെങ്കിൽ CPMന് എതിരായിട്ടുള്ള കക്ഷിക്ക് വോട്ട് മറിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിരം ശൈലി നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും, BJPക്ക് ആ ഒരു സ്ട്രാറ്റജി പൊളിച്ചിട്ട് അവർക്ക് എത്ര % വോട്ടുണ്ടോ ആ വോട്ട് കൃത്യമായിട്ട്, അതായത് ആര് ജയിച്ചു കഴിഞ്ഞാലും സാരമില്ല, BJPയുടെ വോട്ട് BJPക്ക് തന്നെ വേണം എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. അത് തന്നെയാണ് BJPക്ക് വേണ്ടത്. വോട്ട് ഷെയർ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ കോൺഫിഡൻസ്, അവരുടെ നിൽക്കാനുള്ള സ്ഥാനാർത്ഥികളുടെ ഇമ്പാക്റ്റും ഒക്കെ കൂടും. അത് തന്നെയാണ് BJP ട്രൈ ചെയ്യുന്നത്. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പല മണ്ഡലങ്ങളിലും മുഖ്യ കക്ഷികൾ ആയിട്ട് കോമ്പറ്റീഷൻ ചെയ്യാൻ അവർക്കിപ്പോൾ സാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, കട്ടക്കട അത്യാവശ്യം നല്ല പോരാട്ടം നടക്കാനുണ്ട്. നേമത്ത് അത്യാവശ്യം നല്ല കനത്ത പോരാട്ടം തന്നെ നടക്കും. മിക്കവാറും ജയിക്കാനുള്ള പോസിബിലിറ്റീസും വളരെ ഹൈ ആണ്. പിന്നെ പാലക്കാട് എടുത്തു കഴിഞ്ഞാൽ ജയിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കോന്നി ജയിക്കാനുള്ള പോസിബിലിറ്റി, ഒന്നുകൂടി ടൈറ്റായിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. 20-20 ആയിട്ടുള്ള കോമ്പിനേഷൻ്റെ അകത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പോരാട്ടം അവിടെ നടക്കാനുണ്ട്. ഇപ്പം കോഴിക്കോട് എടുത്തു കഴിഞ്ഞാൽ, കോഴിക്കോട് സൗത്തിലോ മറ്റോ മത്സരിക്കുന്ന റനീഷ് നല്ല കോമ്പറ്റീറ്ററാണ്, എല്ലാവരും സ്വീകാര്യനാണ്. അവനും ജയിക്കാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. പിന്നീടുള്ളത് തിരുവനന്തപുരത്തിലെ കുറച്ച് മണ്ഡലങ്ങളുണ്ട്, കൊല്ലത്തൊരു മണ്ഡലമുണ്ട്, എറണാകുളത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാം, മഞ്ചേശ്വരം അതും എടുത്തു പറയാനുള്ള ഒരു മണ്ഡലം തന്നെയാണ്. കാസർഗോഡ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന, അതായത് ഈ മേഖലകളിലൊക്കെ നിലവിൽ 2ാം സ്ഥാനവും അല്ലെ ഒരു 30,000-ന് മുകളിലെ വോട്ടും ഉള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷൻ്റെ അകത്ത് BJPയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വോട്ട് ഷെയർ ഹൈക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 20%, 25% എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അവരുടെ സ്വന്തം വോട്ട് തന്നെ 20%-ന് മുകളിലുണ്ട്. അത് BJPക്കാർ പോലും മനസ്സിലാക്കാത്ത, അല്ലെ BJPയുടെ പ്രവർത്തകരോ അനുഭാവികളായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കാത്ത ഒന്നാണ്. 20%-ന് മേലെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 25%-ആണ്. പിന്നെയാണ് അതൊരു 30% ആക്കി കഴിഞ്ഞാൽ 33 ആ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈം കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള LDFനും UDFനും ഒന്നിച്ച് മത്സരിച്ച് ജയിക്കാനുള്ള പോസിബിലിറ്റീസ് ഹൈക്ക് ചെയ്യാൻ പറ്റും. നിലവിലെ അവസ്ഥയിൽ BJPക്ക് സപ്പോർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് 2020 BJPയുടെ ഭാഗമായിട്ടുണ്ട്. BDJS അവർ ഓൾറെഡി പാർട്ട് തന്നെയാണ് NDAയുടെ. മൂന്നാമത് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് SDP-യുടെ പിന്തുണ ഇപ്പം നിലവിൽ ചില മണ്ഡലങ്ങളൊക്കെ കോൺഗ്രസ്സിന് ഡയറക്റ്റ് തന്നെ കൊടുത്തു കഴിഞ്ഞു. അത് ഒരു പരിധി വരെ ഹിന്ദുക്കളായിട്ടുള്ള ക്രിസ്ത്യൻസ് ആയിട്ടുള്ള സഖാക്കന്മാർക്കും കോൺഗ്രസ്സുകാർക്കും എതിരഭിപ്രായം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്.
എസ്പെഷ്യലി നിങ്ങളെ കോൺഗ്രസിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ നൗഷാദ്, പുന്നൻ നൗഷാദ്, പിന്നെ അങ്ങനെ പലരെയും SDP ഡയറക്റ്റ് കൊലപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ CPM-ൻ്റെ അടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഉളുപ്പില്ലാതെ വി ശിവൻകുട്ടിയൊക്കെ SDPIയുടെ വേദിയിൽ പോയിട്ട് ഇഫ്താർ വിരുന്നും കാര്യങ്ങളൊക്കെ തിന്നാൻ പോയതൊക്കെ ശ്രദ്ധിച്ചു. കോൺഗ്രസിൻ്റെ നേതാവ് MM ഹസനും ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരും പോയിട്ട് SDPIയുടെ വേദിയിൽ ഇഫ്താറിന് പോവാണ്. ഇഫ്താറിന് നോർമൽ ഒരു പള്ളി കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു മതസംഘടനയൊക്കെ നടത്തുന്നതാണെങ്കിൽ പിന്നെയും സാറില്ല, SDPIയുടെ വേദിയിൽ പോയിട്ട് ഇഫ്താർ കൂടിയിട്ട് വരിക എന്ന് പറയുന്നത്, അതായത് അഭിമന്യുവിനെ കൊന്നിട്ടുള്ള പാർട്ടിക്കാരുടെ ഇഫ്താർ തിന്നാൻ വേണ്ടിയിട്ടാണ് വി ശിവൻകുട്ടി പോയിട്ടുള്ളത്. ഇപ്പോഴും വർഗീയത തുലയട്ടെ എന്ന് തന്നെയാണ് എഴുതുന്നത്. എന്നും പറയുന്നില്ല അത് SDPIക്കാരോ പോപ്പുലർ ഫ്രണ്ടുകാരോ അല്ലെ ക്യാമ്പസ് ഫ്രണ്ടുകാരാണോ അഭിമന്യുവിനെ കൊന്നെന്നുള്ളത് അവർക്ക് ഇപ്പോഴും പറയാനുള്ള ധൈര്യവും നട്ടലുമില്ല. അതേ വേദിയിൽ പോയിട്ട് ബത്തക്കയും ആപ്പിളും ഒക്കെ തിന്നാനുള്ള നട്ടല് പണയം വെച്ചിട്ടുള്ള കലാപരിപാടികളും വി ശിവൻകുട്ടി കാണിക്കുന്നുണ്ട്. ഇതാണ് തെണ്ടിത്തരം എന്ന് പറയുന്നത്. ആ ഒരു ചെറുപ്പക്കാരന്, അതും 18-19 വയസ്സുള്ള ആ ചെറുപ്പക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ അതേ ആൾക്കാരുടെ വേദിയിൽ പോയിട്ട് ഞം കഴിക്കാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും. അതാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഹിന്ദുക്കളായുള്ള സഖാക്കന്മാരെ ഒരു പരിധി വരെ BJPയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കാര്യമായിട്ട് കാണാൻ പറ്റും. രണ്ടാമത് പറയുന്നത് കോൺഗ്രസിൻ്റെ വെൽഫെയർ പാർട്ടി, ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയുള്ള പ്രീണന നയങ്ങളും അവരുമായുള്ള ചങ്ങാത്തം കൂടുതൽ ഒരു പരിധി വരെ അവരുടെ ഭാഗത്തും കുറേയൊക്കെ വോട്ട് ചോർച്ചയുണ്ടാവും. മിക്കവാറും ഇതൊക്കെ സപ്പോർട്ടീവായിട്ട് BJPക്ക് തന്നെ വരും. ഇനി ആരധികാരത്തിലേക്ക് വരും എന്നുള്ളത് 50-50 ചാൻസ്. ചിലപ്പോൾ LDF വരാം, ചിലപ്പോൾ കോൺഗ്രസ് വരാം. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സമയത്ത് CPM-ൻ്റെ വോട്ടിൻ്റെ അകത്തോ അല്ലെങ്കിൽ സീറ്റിൻ്റെ അകത്തോ കാര്യമായിട്ടുള്ള ചോർച്ചയൊന്നും ഉണ്ടാവില്ല. ഏറി വന്ന് 50-ന് മുകളിൽ എങ്ങനെയായാലും അവർ ഹോൾഡ് ചെയ്തിട്ട് വെക്കാറുണ്ട്. ഈവൻ LDF അധികാരത്തിൽ വരുമ്പോൾ മൃഗീയമായുള്ള ഭൂരിപക്ഷത്തിലാണ് അവരെപ്പോഴും അധികാരത്തിലെത്താറുള്ളത്. രണ്ടാമത്തെ ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് അവരുടെ മിനിമം ഒരു വോട്ട് സീറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ഈവൻ അച്യുതാനന്ദൻ ഭരിച്ചപ്പോഴും അച്യുതാനന്ദന് ശേഷം ഉമ്മൻചാണ്ടി വരുന്ന സമയത്തും ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതായത് 1-2-3 സീറ്റിൻ്റെ ചേഞ്ചസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഈവൻ ഇപ്പം ഈക്വൽ ആയിട്ടുള്ള ഒരു വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു BJP അവിടെ ഒരു നിർണായക കക്ഷിയായിട്ടുണ്ടെങ്കിൽ പോലും ഇലക്ഷനെ അട്ടിമറിക്കാൻ അവരൊരിക്കലും ശ്രമിക്കില്ല. അതായത് ഒരു UDF-ൻ്റെ കൂടിയോ LDF-ൻ്റെ കൂടിയോ ചങ്ങാത്തം കൂടാനുള്ള തയ്യാറായിട്ടും ആ ഒരു പാറ്റേൺ അവർ സ്വീകരിക്കാൻ തയ്യാറാവും തോന്നുന്നില്ല. എന്നിരുന്നാലും ഈവൺ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടായാൽ പോലും അതൊരിക്കലും കോൺഗ്രസിൻ്റെ കൂടെ ആയിരിക്കില്ല. 100% അതൊരിക്കലും കോൺഗ്രസിൻ്റെ കൂടെ ആയിരിക്കില്ല. ഇനി കോൺഗ്രസ് ജയിച്ചു അല്ലെ UDF ജയിച്ചു എന്നുണ്ടെങ്കിൽ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങളാണ് പറയാൻ പോകുന്നത്. എന്തു പറഞ്ഞാലും ശരി, ലീഗിൻ്റെ മണ്ഡലങ്ങൾ അവരെപ്പോഴും സെക്യൂർ ചെയ്തിട്ടുണ്ടാവും. അതായത് ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ വിജയം ഒരു പരിധി വരെ ഒരു 80% വിജയിപ്പിക്കാൻ അവർക്ക് പറ്റും. കാരണം അവർ മത്സരിക്കുന്ന മണ്ഡലം അങ്ങനെയുള്ളതാണ്. അവർക്ക് മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടി തന്നെ ജയിക്കും, അറ്റ്ലീസ്റ്റ് ജയിച്ചു പോകും. ഇതിനാൽ UDF-ൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്ന അല്ലെങ്കിൽ വിന്നിങ് പെർസെൻറ്റേജ് ഏറ്റവും കൂടുതലുള്ളത് കോൺഗ്രസിനേക്കാളും കൂടുതൽ ലീഗിന് തന്നെയാണ്. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീടുള്ളത് കോൺഗ്രസിൻ്റെ സ്ഥിതിയാണ്. കോൺഗ്രസിൻ്റെ അകത്ത് ഈവൺ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് അവർ അധികാരത്തിലെത്തിയാൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ്. മിക്കവാറും അടിയിലൂട്ട കാല് വരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മിക്കവാറും അതിനകത്തൊരു ചാൻസസ് വരുന്നത് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കിയിട്ട് VD സതീശനെ ആഭ്യന്തരമന്ത്രിയാക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. വൈസ് വേഴ്സ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയിട്ടും ചെന്നിത്തലേനെ വേറെ എന്തെങ്കിലും ഒരു പദവിയിലേക്കും പരിഗണിക്കാനും ചാൻസസ് ഉണ്ട്. ഈ രണ്ട് പോസിബിലിറ്റീസും നടക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്. തിരിച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലമായിട്ട് വരുന്നത് മൂന്നാം ടേമാണ്. LDF-ൽ അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ മൂന്നാം ടേം ആയിരിക്കും വരുന്നത്. അത് തന്നെ ഏറ്റവും വലിയ ടാസ്ക്കാണ് മാനേജ് ചെയ്യുക എന്നുള്ളത്.
മിക്കവാറും അങ്ങനെ ഒരു തേർഡ് ടേം വന്നു കഴിഞ്ഞാൽ BJPക്ക് ഏറ്റവും ഈസിയാണ്. അവർക്ക് അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും നല്ലൊരു സീറ്റും വേണേൽ അധികാരത്തിലേക്ക് എത്താനുള്ള കേപ്പബിലിറ്റീസുള്ള ഒരു ലെവലിലേക്ക് ആ പാർട്ടി വളരും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഈവൻ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. മന്ത്രിസഭേൻ്റെ അകത്ത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും തേർഡ് ടേം വരുമ്പോഴും പിണറായി തന്നെയായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടാവാൻ ചാൻസസ് ഉള്ളത്. ചിലപ്പോൾ ഒരു ട്രാൻസിഷൻ എന്നുള്ള രീതിയിൽ മുഹമ്മദ് റിയാസിന് ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണേലും പരിഗണിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. കാരണം അതിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ വർഷം കൊടുത്ത മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായിരുന്നു. ഏറ്റവും പോപ്പുലാരിറ്റിയും ഷോ ഓഫും കാണിക്കാൻ പറ്റുന്ന ഒരു വകുപ്പായിരുന്നു പൊതുമരാമത്ത്. അത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉള്ള സാധനത്തിൻ്റെ അകത്ത് മന്ത്രിസഭ ഉണ്ടാക്കുമ്പം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. മിക്കവാറും ചിലപ്പോൾ മുഖ്യമന്ത്രി ആവാനുള്ള ചാൻസസും കാണുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് സ്ഥിരം കുത്തക മണ്ഡലങ്ങളുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ധർമ്മടത്തൊന്നും വേറെ ചിന്തിക്കാനില്ല, മട്ടന്നൂറും വേറെ ചിന്തിക്കാനില്ല. മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ അകത്ത് LDF തന്നെ ആയിരിക്കും. തലശ്ശേരി അത് പണ്ടേ ഒരു CPMൻ്റെ കുത്തക കോട്ടയാണ്. LDFൻ്റെ അല്ല, CPMൻ്റെ കുത്തക കോട്ടയാണത്. കൂത്തുപറമ്പ് 50-50 ആണ്. ആര് വേണേലും ജയിക്കാം. കോൺഗ്രസ് ആയാലും CPM ആയാലും ജയിക്കാം. CPM അല്ലാന്ന് തോന്നുന്നു മത്സരിക്കുന്നത് ഘടകകക്ഷിയാണെന്ന് തോന്നുന്നു. മിക്കവാറും UDF കൊണ്ടുപോകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. പോരാത്തത് BJPക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വോട്ട് കൂടാനുള്ള ചാൻസസും കാണുന്നുണ്ട്. കാരണം പൊയിലൂർ മേഖലയൊക്കെ അത്യാവശ്യം അശാന്തമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ നിലവിലുണ്ട്. കോൺഗ്രസ്സിന് കുത്താനുള്ള ചാൻസസ് വളരെ കുറവാണ്. എന്നാലും വോട്ട് ഷെയർ തലശ്ശേരിയും കണ്ണൂറും കൂത്തുപറമ്പൊക്കെ കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മറ്റൊന്ന് പറയാനുള്ളത്, ഈ ഒരു പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ BJP ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന കുറേ മണ്ഡലങ്ങളുണ്ട്. മുമ്പ് 1-2 മണ്ഡലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മണ്ഡലങ്ങളെ കാര്യമായിട്ട് 3 മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പാലക്കാട്, രണ്ടാമത് ഒന്ന് മഞ്ചേശ്വരം, മൂന്നാമത് തിരുവനന്തപുരത്ത് 1-2 മണ്ഡലങ്ങളും കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത്തവണ എന്ന് പറയുന്നത് 10-15 മണ്ഡലങ്ങളിൽ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ ജയിക്കാനുള്ള ചാൻസസും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീക്കുപോക്കുകൾ ഒരു പരിധി വരെ അവർക്ക് ചെയ്യാം. അതായത് ഇടതനും വലതനും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് പൊളിറ്റിക്സ് മാറിയിട്ടുണ്ട്. ഒന്നുകൂടി പാലയടക്കം എസ്പെഷ്യലി ടൈറ്റ് മത്സരം നടക്കുന്നൊരു മേഖലയാണ് പാല. ഷോൺ ജോർജ് ആണ് നല്ല കാൻഡിഡേറ്റാണ്. അപ്പുറത്തുള്ളത് മാണിയുടെ മകനാണ്, ജോസ് കെ മാണി. പിന്നെ തേർഡ് സ്ഥാനാർത്ഥി ആരാന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും 3 ആളും ടൈറ്റ് കോമ്പറ്റീഷനുള്ള ഒരു മണ്ഡലങ്ങളാണത്. ഇപ്പം ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ BJPക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പോരാത്തതിന് ഷോൺ ജോർജിനെ പോലത്തെ ഒരു കാൻഡിഡേറ്റ് വന്നതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റും വോട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. നോക്കാം. ഇതാണ് എൻ്റെ അഭിപ്രായം. ആര് വരും എന്നുള്ളത് കണ്ടറിയണം. എൻ്റെ അഭിപ്രായത്തിന് അത് 50-50 ചാൻസസ് ആണ് UDFനും LDFനും. BJP ഒരു പ്രൈം കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് വോട്ട് ഷെയർ ഉയർത്തി മുന്നോട്ടേക്ക് വരുന്നതായിരിക്കും ഈ ഒരു ഇലക്ഷന് കാണാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.